അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് അല്ലാഹു തആല നൽകിയ മുഴുവൻ സാമർഥ്യങ്ങളെയും സൗകര്യങ്ങളെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ പറയപ്പെട്ടു. ശരിയായ നിലയിൽ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ഇനി മറ്റൊരു ഉപദേശത്തിൻ്റെ ആവശ്യം തന്നെയില്ല. ഇത്രയും വിശദമായ നിലയിൽ കാര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ വെളിവാക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ ലോകത്തെല്ലാവർക്കും ലഭ്യമായിക്കൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് സ്വയം നാം മനസ്സിലാക്കാതിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വീഴ്ച. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ പരാജയവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് വളരെ വിശാലമായ നിലയിൽ അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ നമ്മളെ അറിയിക്കുന്നുണ്ട്. ലോകത്ത് അള്ളാഹു തആല വച്ചിരിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നു. ചെറുതും വലുതുമായ എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. ആകാശഭൂമികളെക്കുറിച്ച്, സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെക്കുറിച്ച്, വെള്ളം, കാറ്റ്, തീ, ഇതുപോലെ അല്ലാഹു തആല വച്ചിരിക്കുന്ന ഉപയോഗ വസ്തുക്കളെക്കുറിച്ച്, പിന്നെ മരങ്ങളും ചെടികളും അതിൻ്റെ ഇലകളും അതിൽ നിന്നുണ്ടാകുന്ന പൂവും കായും എന്നല്ല ഈ ഭൂമി ലോകത്തുള്ള ഓരോ തരികളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മണ്ണിനെക്കുറിച്ചും മണലിനെക്കുറിച്ചും എല്ലാം അല്ലാഹു പറയുന്നു. ഇതെല്ലാം അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളായിട്ട് അല്ലാഹു നമ്മളോട് എണ്ണി എണ്ണി പറയുന്നു. രാപകലുകളെക്കുറിച്ച്, രാവ് അവസാനിച്ച് പകൽ വരുന്നു, പകൽ അവസാനിച്ച് രാവ് വരുന്നു, രാവും പകലും കൂടിയും കുറഞ്ഞും വരുന്നു എന്ന് വേണ്ട എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് അല്ലാഹു തആല സംവിധാനിച്ചു വച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ചെല്ലാം അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ, നിങ്ങൾക്കിതിനെ മനസ്സിലാക്കാൻ സമയമെടുക്കുന്നില്ല, നിങ്ങൾക്കതിന് കഴിയുന്നില്ല. ആകാശം ദിവസവും നമ്മളുടെ മുകളിൽ നമ്മൾ കാണുന്നതാണ്, പക്ഷെ ആകാശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഭൂമി എന്നും നമ്മൾ ചവിട്ടി നടക്കുന്നു, പക്ഷെ ഭൂമിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഈ ഭൂമിയിൽ അല്ലാഹു തആല വച്ചിരിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളുടെ തലയ്ക്ക് മുകളിൽ കൂടി സൂര്യൻ ദിവസവും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ചന്ദ്രൻ ദിവസവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, രാവും പകലും ഇതിൻ്റെ സഞ്ചാരങ്ങളെ മുഴുവനും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെന്നാലും സൂര്യനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇതെങ്ങോട്ട് പോകുന്നു, എവിടെ നിൽക്കുന്നു, എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഒരു ദിവസം രാവിലെ സൂര്യൻ നോക്കുമ്പോൾ കിഴക്ക് നിന്ന് നേരെ വരുന്നത് കാണാം. പിന്നീട് ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ കിഴക്ക് നിന്ന് വടക്കു ഭാഗത്തേക്ക് മാറി ഉദിച്ചു വരുന്നത് കാണാം. അങ്ങനെ കുറേ ദൂരം വടക്കോട്ട് പോകും. എന്നിട്ട് ആ വടക്കോട്ട് പോകുന്ന സൂര്യൻ വടക്കല്ല വന്ന് ഉദിക്കുന്നത്, പടിഞ്ഞാറിൻ്റെ തെക്ക് ഭാഗത്ത് വന്ന് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉദിക്കുന്ന സൂര്യൻ അവിടെ നിന്ന് മാറി മാറി വന്ന് തെക്കോട്ട് പോകുന്നു. തെക്കോട്ട് കുറേ ദൂരം പോയിട്ട് അത് വടക്ക് ഭാഗത്ത് വന്ന് അസ്തമിക്കുകയും വീണ്ടും അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു, കിഴക്ക് ഭാഗത്തേക്ക് തിരിച്ചു വരുന്നു. ഇതെല്ലാം ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളാരും ചിന്തിക്കാറില്ല, കാണാറില്ല. നമ്മൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഉദിച്ചോ അസ്തമിച്ചോ, ഇത് മാത്രമാണ്. എന്താ സൂര്യൻ ഉദിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്? സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സമയം കിട്ടിയല്ലോ. നേരം വെളുത്താൽ എൻ്റെ കാര്യം നടത്താം. രാത്രി മുഴുവൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എപ്പോഴാണ് നേരം വെളുക്കുന്നത്, എപ്പോൾ നേരം വെളുക്കും, രാവിലെ പോകണം, ഇത്ര മണിക്ക് ബസ്സാണ്, ഇത്ര മണിക്ക് ട്രെയിനാണ്, വണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്നു, ഡ്രൈവർ ഇന്ന സമയത്ത് വരും, പോകാൻ വരാൻ രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ച് സൂര്യനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. അതുപോലെ സൂര്യൻ അസ്തമിക്കുമ്പോൾ തീർന്നു പോയല്ലോ സമയം, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, ഇനി ഒന്നും സാധിക്കാതെ ആയല്ലോ എന്ന്
നമ്മൾ ചിന്തിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാറില്ല. ചന്ദ്രൻ വരുന്നു, ചന്ദ്രനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അതിൻ്റെ സഞ്ചാര പദങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഹത്വത്തെ എടുത്തു പറയുന്നു നമ്മളോട്. നിങ്ങൾക്കിതെല്ലാം അള്ളാഹുവിൻ്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കാൻ മതിയായതല്ലേ? തബാറകല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല. അവസാനം അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നു, വേണ്ട, നിങ്ങൾ ആകാശവും നോക്കണ്ട, ഭൂമിയും നോക്കണ്ട, സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ കടലോ കരയോ മണലോ മണ്ണോ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് നോക്കിക്കൂടെ? സ്വയം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവല്ലോ. നിങ്ങൾക്ക് കയ്യ്, കാല്, കണ്ണ്, നാവ്, മൂക്ക്, ചെവി ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചുകൂടെ? അതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? കൈ ഉപയോഗിക്കുന്നു, കാല് ഉപയോഗിക്കുന്നു. 50 വർഷം കാലുപയോഗിച്ച് ഒരു തടസ്സവുമില്ലാതെ നടക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ പോലും ഈ കാലിനെ കുറിച്ച് ചിന്തിക്കാറില്ല. 50 വയസ്സ് കഴിഞ്ഞൊരു ദിവസം എങ്ങോട്ടെങ്കിലും നടക്കാൻ വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചവിട്ടി നടക്കാൻ പോകുമ്പോൾ കാലിനൊരു പിടുത്തം, ചവിട്ടിയിട്ട് മുമ്പോട്ട് കാല് വെക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവൻ കാലിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഓഹോ, എനിക്ക് കാലിന് ഇങ്ങനെയും കുഴപ്പമുണ്ടാകുമോ, ഞാനിത് വിചാരിച്ചില്ലല്ലോ. അപ്പോഴാണ് അവനൊരു കാലുണ്ടെന്ന് തന്നെ അവൻ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നടക്കുന്ന വഴിയിൽ എവിടെയെങ്കിലും തട്ടി വീണ് കാല് മുറിയുകയോ കാല് പൊട്ടുകയോ അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും സ്വാധീനക്കുറവ് വന്ന് നടക്കാൻ പറ്റാതെയാവുകയോ ചെയ്യുമ്പോൾ മനുഷ്യൻ ചിന്തിക്കും, എനിക്ക് കാലുണ്ടായിരുന്നു. 50-60 വർഷം ഉപയോഗിച്ച കൈയിനെ കുറിച്ച് മനുഷ്യൻ കൈ ഉണ്ടെന്ന് ചിന്തിക്കുകയില്ല. അവൻ ആ കാര്യം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു സൈഡൊന്ന് തളർന്നു, രാവിലെ എഴുന്നേക്കാൻ നേരത്ത് നോക്കിയപ്പോൾ അനക്കമില്ല, കൈ പൊക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ തലയുടെ അടിയിൽ വെച്ചിരിക്കുന്ന കൈ ഇങ്ങോട്ട് വലിച്ചപ്പോൾ വരുന്നില്ല, അവിടെ തന്നെ ഇരിക്കുന്നു. അടുത്ത കൈ കൊണ്ട് അതിനെ പൊക്കി വെക്കേണ്ട അവസ്ഥ വന്നപ്പോൾ എനിക്ക് കൈ ഉണ്ടായിരുന്നു എന്നവൻ ചിന്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഇച്ചിരി നേരത്തെ ഒന്ന് ചിന്തിച്ചുകൂടെ? വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഈ കണ്ണ് എത്ര കാലമായി നമ്മൾ ഉപയോഗിക്കുന്നു? നമ്മൾ കൊച്ചുനാളിലെ ചെറുപ്പത്തിലെ കണ്ട ആ കാഴ്ചയുടെ മുഴുവൻ പടങ്ങൾ ഈ കണ്ണിൽ വെച്ചിരിക്കുകയാണ്. ഈ കണ്ണിൽ അല്ലാഹു തആല അത്രയും ഫിലിമുകൾ വെച്ചിരിക്കുകയാണ്. എന്നെങ്കിലും ഒരു സമയത്ത് നമ്മളുടെ കണ്ണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും നോക്കുമ്പോൾ ഇത് ഫിലിം തീർന്നു പോയി, ഫുള്ളായി പോയി, ഇനി അങ്ങോട്ട് കയറുകയില്ല, മെമ്മറി ഫുള്ളായി പോയി എന്ന് എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണ് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ കേൾക്കുന്നത് നമ്മളുടെ ചെവിയിൽ നിന്നും കേൾക്കാതെ ഫുള്ളായി പോയി, ഇനി ഇത് ഡിലീറ്റ് ചെയ്താലേ അടുത്തത് കയറുകയുള്ളൂ എന്ന് നമ്മളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ കണ്ണുകളെക്കുറിച്ച്, ചെവികളെക്കുറിച്ച്, നാവുകളെക്കുറിച്ച് സംസാരിക്കുന്നല്ലോ. എവിടെ നിന്നാണ് ഈ സംസാരം വരുന്നത്? ആരാണിതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ ജീവിതകാലത്ത് ഉപയോഗിച്ച വെള്ളമൊന്ന് കണക്കാക്കി നോക്കിയാൽ ഒരു ദിവസം ഉപയോഗിക്കണമെങ്കിൽ ഒരു ടാങ്കിൽ നിറച്ചു വെച്ച വെള്ളം വേണം. 500-1000 ലിറ്റർ വെള്ളം നേരത്തെ തന്നെ ടാങ്കിൽ നിറച്ചു വെക്കണം. അത് കുറേശ്ശെയായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് വൈകുന്നേരം വരെ ഉപയോഗിക്കാൻ, രാത്രി ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ സംസാരിക്കുന്നില്ലേ? 24 മണിക്കൂറും ജനിച്ച അന്ന് മുതൽ സംസാരിക്കുന്നു. എവിടെയാണ് ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? എവിടെയാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എവിടെ നിന്ന് വരുന്നുവെന്ന്? വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ ഇന്നഹു ലഹഖ്ഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ സംസാരിക്കുന്ന സംസാരം എവിടെയും സ്റ്റോക്ക് ചെയ്ത് വെക്കാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതേ നിലയിൽ അല്ലാഹു തആല നിങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങളും ആകാശത്തിൽ നിന്ന് ഇറക്കി തന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഗോഡൗണൊന്നും നിങ്ങൾ പരിശോധിക്കേണ്ട. അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ടാങ്കുകളെ കുറിച്ച്, ഗോഡൗണുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. വന്നുകൊണ്ടേയിരിക്കും. അതേപോലെയാണ് നിങ്ങളുടെ സംസാരവുമെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സംസാരം എന്നെങ്കിലും ഒരു ദിവസം സംസാരിക്കുമ്പോൾ നാവ് കുഴഞ്ഞു പോയാൽ, സംസാരിക്കാൻ പറ്റാതെയായാൽ, ശബ്ദം പുറത്തേക്ക് വരാതെയായാൽ അന്ന് നമ്മൾ ചിന്തിക്കും, എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു.
അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അള്ളാഹു ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നെങ്കിലും പല വസ്തുക്കൾ നമ്മൾ കണ്ടിട്ട് ചിന്തിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു തആല നമ്മളോട് നമ്മളുടെ ശരീരത്തെക്കുറിച്ച് പറയുന്നത്. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഇതെപ്പോഴും നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതാണല്ലോ, നിങ്ങൾ ഉപയോഗിക്കുന്നതാണല്ലോ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ, അതിനെക്കുറിച്ചൊന്ന് നോക്ക്. നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ നിങ്ങൾ കിടക്കുന്ന കട്ടിലിനെ കുറിച്ച് നോക്കാറില്ലേ? ബെഡ് നോക്കാറില്ലേ? ഷീറ്റ് നോക്കാറില്ലേ? തലയിട നോക്കാറില്ലേ? ഫാൻ നോക്കാറില്ലേ? AC നോക്കാറില്ലേ? ലൈറ്റ് കത്തുന്നുണ്ടോന്ന് നോക്കാറില്ലേ? കിടക്കാൻ പോകുന്ന ഒരു റൂമിൽ നിങ്ങൾ എന്തെല്ലാം നോക്കുന്നു. ആഹാരം കഴിക്കാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം മേശ നോക്കുന്നു, ടേബിൾ എങ്ങനെയാണെന്ന്, അത് വൃത്തിയാണോ എന്ന്, പ്ലേറ്റ് എന്താണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്ന് നോക്കുന്നു, ആഹാരം ഏത് സാധനമാണ് എന്ന് നോക്കുന്നു, കഴിക്കാൻ പറ്റിയതാണോ, എരിവുള്ളതാണോ, എരിവ് കുറഞ്ഞതാണോ, ചൂടുള്ളതാണോ, ചൂട് കുറഞ്ഞതാണോ, നമുക്ക് കഴിക്കാൻ പറ്റിയതാണോ, പറ്റാത്തതാണോ, എൻ്റെ രോഗത്തിന് പറ്റുമോ പറ്റാതിരിക്കുമോ, എല്ലാം നിങ്ങൾ നോക്കുന്നില്ലേ ആഹാരം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതെല്ലാം നിങ്ങൾ നോക്കി, മേശയും നോക്കി, പ്ലേറ്റും നോക്കി, ആഹാരത്തിൻ്റെ രൂപവും നോക്കി, പക്ഷെ ഒരു കാര്യം നോക്കിയോ? ഫലയൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബ സുമ്മ ശഖഖനൽ അർള ശഖ്ഖ ഫഅംബത്നാ ഫീഹാ ഹബ്ബ വഇനബൻ വഖൽബൻ വസൈതൂനൻ വനഖ്ല വഹദായിഖ ഗുൽബൻ വഫാകിഹതൻ വഅബ്ബ മതഅൻ ലക്കും വലിഅൻആമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പ്ലേറ്റും മേശയും എല്ലാം നോക്കി, ആഹാരം കോരിയിട്ട് കറിയും ഒഴിച്ച് നിങ്ങൾക്ക് പറ്റിയതിനെ വെച്ച് കുഴച്ച് ഉരുള ഉരുട്ടി വായിലേക്ക് നിങ്ങൾ വെക്കാൻ പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കുന്നു, കയ്യിൽ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഫലയൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി. നിന്റെ കയ്യിലിരിക്കുന്ന ഉരുള, ചോറിന്റെ ഉരുള, ആഹാരത്തിന്റെ പിടി വെക്കാൻ വരട്ടെ, അങ്ങോട്ട് തള്ളാൻ വരട്ടെ. അല്പനേരം ചിന്തിക്ക്. അന്ന സബബനൽ മാ അസബ്ബ. നീ വിചാരിച്ചു കടയിൽ നിന്ന് ചാക്കിൽ നിറച്ചു വന്ന അരി നീ വാങ്ങിക്കൊണ്ടുവന്ന് നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യ വേവിച്ച് നിന്റെ മുമ്പിൽ പ്ലേറ്റിൽ വിളമ്പി വെച്ചപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വരുന്നതാണ് എന്നാണോ നീ വിചാരിച്ചത്? ഇതിൻ്റെ പിന്നിൽ എത്ര ആളുകളുടെ പരിശ്രമം, എത്ര ആളുകളുടെ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ചോ? ആളുകളുടെ അധ്വാനം ഇരിക്കട്ടെ, ഞാൻ ഇതിന് വെച്ചിരിക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് നീ ചിന്തിച്ചോ? ഫലയൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി അന്നാ സബബനൽ മാ അസബ്ബ. ആകാശത്തിൽ നിന്ന് വെള്ളം ആവശ്യത്തിന് ഇറക്കി തന്നവൻ ഞാനാണ് ഇറക്കിയത്. ഞാൻ വെള്ളം ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ ഇന്നെന്റെ ചെടികളൊന്നും മുളയ്ക്കാത്തത്? എവിടെ നോക്കിയാലും കരിഞ്ഞു നിൽക്കുന്നു, ചെടിയില്ല. കാരണം എന്താ? അല്ലാഹു തആല വെള്ളം ആകാശത്തിൽ നിന്ന് ഒഴിക്കുന്നില്ല. അല്ലാഹു ആകാശത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചാൽ ഇവിടെയെല്ലാം സസ്യലതാദികൾ ഇങ്ങനെ മുളച്ചു നിൽക്കും, ഫലഭൂയിഷ്ടമാകും മണ്ണ്, ഇതിന് ജീവൻ വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്നാ സബബനൽ മാ അസബ്ബ. വെള്ളം ഇങ്ങനെ ഒഴിച്ചാൽ മതിയോ? സുമ്മ ശഖഖനൽ അർള ശഖ്ഖ. ഈ വെള്ളം ഉള്ളിലേക്ക് വലിയണ്ടേ? നീ ഒരു വേനൽക്കാലത്ത് എന്തെങ്കിലും ഒരു ചെറിയ കുഴിയെടുക്കുന്നതിന് വലിയ പിക്കാസ് കൊണ്ടുവന്ന് കുത്തി നോക്ക്. പിക്കാസ് കൊണ്ട് കുത്തിയാൽ നിന്റെ മൂക്കിലേക്ക് തന്നെ തെറിച്ചു വരും, നിന്റെ മൂക്കിലേക്ക് തന്നെ തെറിച്ചു വരും. അത് താഴുകയില്ല, പൊട്ടുകയില്ല. അത്ര ഉറച്ച തറയിലേക്കാണ് ഞാൻ ആകാശത്തിൽ നിന്ന് മഴ പെയ്ത് വെള്ളം ആകാശത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചു തരുന്നത്. ഈ ഒഴിച്ചു തരുന്ന വെള്ളം ഇത്ര ഉറച്ച ഈ ഭൂമിയിലേക്ക് എങ്ങനെയാണ് താഴോട്ട് പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? താഴോട്ട് പോയാൽ മാത്രം മതിയോ അതിൽ നിന്ന് മുളയ്ക്കുന്ന ചെടികൾ പുറത്തേക്ക് വരണ്ടേ? സുമ്മ ശഖഖനൽ അർള ശഖ്ഖ. ചവിട്ടിയാൽ, കിളച്ചാൽ, പിക്കാസിട്ട് കുത്തിയാൽ പൊട്ടാത്ത ഈ തറയിൽ വളരെ ലോലമായ ചെറിയ ചെടികൾ മുളച്ച് പൊങ്ങി മുകളോട്ട് വരുന്നത് കണ്ടിട്ടുണ്ടോ? ആരാ ഇത് കീറിക്കൊടുത്തതെന്ന് നീ ചിന്തിച്ചോ? നീ പോയി കീറിക്കൊടുത്തിരുന്നോ ഇത് പുറത്തേക്ക് വരാൻ? നീ കൊണ്ടുപോയി ഇട്ട വിത്ത്, അവിടെ കിടന്ന വിത്ത്, അത് നല്ല നിലയിൽ ആയി പുറത്തേക്ക് വരുന്നത് വളരെ ലോലമായിട്ടാണ്. അത് ഈ ഭൂമിയിൽ കൂടി പുറത്തേക്ക് വരാൻ നീ അത് കീറിക്കൊടുത്തിരുന്നോ? അല്ലാഹു തആല ചോദിക്കുന്നു, സുമ്മ ശഖഖനൽ അർള ശഖ്ഖ. വിടവുണ്ടാക്കിയവൻ ഞാനാണ്. ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വഇനബൻ വഖൽബൻ വസൈതൂനൻ വനഖ്ല. ഞാൻ നിനക്ക് ആവശ്യമായ ധാന്യങ്ങൾ അതിൽ നിന്ന് മുളപ്പിച്ച് ആ ധാന്യങ്ങൾ വളർന്ന് അതിനെ ആളുകൾ ഒരുപാട് അധ്വാനം അതിൽ ചെലവഴിച്ച് നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ ആഹാരം, ഇത് നീ പിടിയിലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഇത് കാണുമ്പോൾ തന്നെ നിനക്കൊന്ന് അൽഹംദുലില്ലാ പറഞ്ഞുകൂടെ? ഒന്ന് പറഞ്ഞുകൂടെ മനുഷ്യ? ഫലയൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി. അല്ലാഹു തആല വാരിയ ആഹാരത്തിന്റെ പിടി കയ്യിലിരിക്കുന്നവനെ കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നു, ഫലയൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി. സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആഹാരം മുമ്പിൽ വരുമ്പോൾ കാണുമ്പോൾ തന്നെ നീ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ വഖിനാ അദാബന്നാർ എന്നൊന്ന് പറ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ വഖിനാ അദാബന്നാർ. പടച്ചവനെ, കിട്ടിയത് എൻ്റെ മുമ്പിൽ കിട്ടി, ഇതെന്നും കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല, ഇതിങ്ങനെ തന്നെ നടക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പടച്ചവന്, നിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നീ അനുഗ്രഹിച്ച് ബറക്കത്ത് ചെയ്ത് ആ ഐശ്വര്യം എനിക്ക് നീ തരികയാണെങ്കിൽ ബറക്കത്ത് ചെയ്താൽ ഇതെനിക്ക് നിലനിൽക്കും. അതുകൊണ്ട് നിലനിർത്തി തരണേ പടച്ചവനെ എന്ന് നീ ഒന്ന് മനസ്സ് തുറന്ന് പറ. ബാരിക് ലനാ ഫീമാ റസഖ്തനാ. മാത്രമല്ല, ഇത്രയും അധ്വാനം ഇതിൻ്റെ പിന്നിൽ നടത്തിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇത് വാരി വിഴുങ്ങുന്ന എന്നെ വഖിന അദാബന്നാർ, നീ നരകത്തിൽ തള്ളിക്കളയല്ലേ പടച്ചവനെ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് നീ ആ സമയത്ത് പറ. എന്നിട്ട് എൻ്റെ പേര് പറ, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞ് നീ കഴിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഇതാണ് അള്ളാഹു തആല വെച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങളെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. നേരത്തെ പറഞ്ഞു വെച്ചു, ഒരുപാട് പറയാനുണ്ട്, സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഖുർആനിൽ കൂടി ഇത് പറഞ്ഞത് ഈ സ്ഥാപനങ്ങളിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മൾ എവിടെ നിന്ന് പഠിക്കും ഇത്? ലോകത്തിത് പ്രചരിക്കണം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ബോധമുണ്ടാകണം. ഈ ബോധമുണ്ടാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊന്നും പുതിയതല്ല, ഇത് ഒരു കാലത്തും ഇല്ലാത്തതല്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഈ ദീനുമായിട്ട് എന്ന് വന്ന അന്നു മുതൽ തുടങ്ങിയതാണ് ഈ സംവിധാനം. മക്കയിൽ ദാറുൽ അർഖം, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ ദഅവത്ത് തുടങ്ങിയ കാലം മുതൽ ദാറുൽ അർഖമിൽ ഇത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ വന്ന് കൂടുമായിരുന്നു വിശ്വസിക്കുന്ന ആളുകൾ, അവരിത് പഠിച്ചിരുന്നു. മദീനയിൽ പോയപ്പോൾ അതിന് തങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ഓരോരോ വീടുകളിലും ഇതിൻ്റെ സംവിധാനം തുടങ്ങി. മദീനയിലെത്തി മസ്ജിദുൻ നബവി പണിതതിന് ശേഷം മസ്ജിദുൻ നബവിയുടെ ഒരു ഭാഗം അതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റിവെച്ചിരുന്നു. അവിടെ ഇങ്ങനെ ആളുകൾ വന്ന് ഈ കാര്യങ്ങൾ പഠിക്കുമായിരുന്നു, അവിടെ പഠിപ്പിക്കുമായിരുന്നു. അവിടുത്തെ മുഅല്ലിം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ഇന്നത്തെ സ്ഥാപനത്തിലെ ഉസ്താദന്മാർ ഇതേ മാതൃകയാണ് സ്വീകരിക്കുന്നത്. ഈ സ്ഥാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മസ്ജിദുൻ നബവിയിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയ സ്ഥാപനം അതിൻ്റെ പിന്തുടർച്ചയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരാവകാശികളായ ആലിമീങ്ങൾ ഇത് പഠിപ്പിക്കുന്നു, ഹാഫിലീങ്ങൾ ഇത് പഠിപ്പിക്കുന്നു. ഈ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുക തന്നെ ചെയ്യും. ആര് സഹായിച്ചാലും ആര് സഹായിച്ചില്ലെങ്കിലും, ആരിതിനോട് ചേർന്ന് നിന്നാലും ആര് ചേർന്ന് നിന്നില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെന്നല്ല എല്ലാ ദീനിന്റെ സ്ഥാപനങ്ങളെയും എല്ലാ ഭാഗത്തും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുക തന്നെ ചെയ്യും. അത് അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. അല്ലാഹുവിൻ്റെ ഉത്തരവാദിത്വം, അവൻ ഏറ്റെടുത്ത കാര്യം ഒരിക്കലും പാഴായി പോവുകയില്ല, ഒരിക്കലും അത് നടക്കാതെയാവുകയില്ല, അതൊരിക്കലും നിന്നു പോവുകയില്ല. അങ്ങനത്തെ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മദ്രസയും. ചുരുക്കത്തിൽ നമ്മൾ എന്ത് ചെയ്താലും ഈ സ്ഥാപനം നടക്കുമെന്ന് തന്നെ മനസ്സിലാക്കി നമ്മൾ ഇതിൻ്റെ സഹായികളായാൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ല ചേർന്ന് നിന്നില്ലെങ്കിൽ നഷ്ടം നമുക്കാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ എപ്പോഴും ഇതിനോട് ചേർന്ന് നിൽക്കാൻ, ഇവിടുത്തെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ, നടത്താൻ നാം എല്ലാവരും ഒരേ മനസ്സോടുകൂടി തയ്യാറാവുകയും, ഇതിൻ്റെ മാത്രം കാര്യമല്ല പറഞ്ഞത്, ലോകത്തുള്ള ദീനിൻ്റെ എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ നിലനിർത്തുകയും സഹായിക്കുകയും അതിനെ വലുതാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനി ലോകത്ത് നിലനിൽക്കുന്നത് മുഖേന അള്ളാഹുവിൻ്റെ റഹ്മത്തിന് നമ്മൾ വിധേയരാകും, നമ്മൾ റഹ്മത്തിൻ്റെ അവകാശികളാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഈ സ്ഥാപനത്തെയും ഇതുപോലത്തെ മുഴുവൻ സ്ഥാപനങ്ങളെയും ഉയർത്തി വളർത്തി വലുതാക്കി അതിനോട് ചേർന്ന് നിന്ന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുത്ത സഹായികളായി ലോകത്ത് ദീനിനെ നിലനിർത്തുന്ന ജോലിയിൽ ഭാഗവാക്കാകാൻ അള്ളാഹു നാം ഏവർക്കും അവൻ്റെ കരുണ കൊണ്ട് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിധാനങ്ങൾ മുഴുവനും ഇല്ലാതായി നശിക്കുന്ന അവസാനിക്കുന്ന അല്ലാഹു തആല ഇതിനെയെല്ലാം ഇല്ലാതാക്കുന്ന ഒരു ദിവസമുണ്ട്. അന്നിത് മുഴുവനും നശിച്ചു പോകുമെന്ന് തങ്ങൾ പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞു. ആ സമയം ദിവസം എപ്പോഴാണ്, എന്നാണ് ആ ദിവസം?
ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളും ചെലവഴിച്ച് ഞങ്ങളുടെ ആരോഗ്യം മുഴുവൻ വിനിയോഗിച്ച് വലിയ കൃഷിയും തോട്ടങ്ങളുമെല്ലാം ഞങ്ങൾ നട്ടുപിടിപ്പിച്ച് ധാരാളം മൃഗങ്ങളെ, ആടുകൾ, ഒട്ടകങ്ങൾ, മാടുകൾ ഞങ്ങൾ വളർത്തി ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീടുകൾ നിർമ്മിച്ച് ഞങ്ങളുടെ സന്താന പരമ്പരകൾക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പാദ്യങ്ങളും അതിൻ്റെ മാർഗങ്ങളുമെല്ലാം ഞങ്ങൾ ഉണ്ടാക്കി വച്ച് ഈ ലോകത്ത് ഞങ്ങൾ എല്ലാ ഏർപ്പാടുകളും ചെയ്ത് താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ഒറ്റയടിക്ക് മുഴുവനും അങ്ങ് നശിപ്പിക്കും, ഇല്ലാതെ ആകുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സമ്മതിക്കാൻ സാധിക്കുക? അങ്ങനെ ഒരു ദിവസം വരുമോ? വരുമെങ്കിൽ ആ ദിവസം എന്നാണ്? അതൊന്ന് പറഞ്ഞു തന്നാൽ ഈ സംവിധാനം വന്ന് ചോദിച്ചു ഒരു ഗ്രാമീണൻ, എന്നാണ് ഇതെല്ലാം അവസാനിക്കുക എന്ന്. നമുക്കെല്ലാവർക്കും മനസ്സിലുണ്ടാകുന്ന, നമുക്കും പലപ്പോഴും ആരോടെങ്കിലും അന്വേഷിക്കാമെന്ന് തോന്നാറുള്ള ഒരു കാര്യമാണിത്. നമ്മളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ജീവിതം വളരെ കാലത്തേക്ക് നീണ്ടാലും അവിടെയെല്ലാം നമുക്ക് ജീവിക്കാനുള്ള, നമ്മളുടെ സന്താന പരമ്പരകൾ എത്ര കാലം തുടർന്നാലും അവർക്കെല്ലാം അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള, നാം താമസിക്കുകയാണെങ്കിൽ എത്ര വർഷങ്ങൾ താമസിച്ചാലും പ്രയാസമില്ലാതെ താമസിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു വെക്കുന്നവരാണ് നാം എല്ലാം. നമുക്കാർക്കും പ്രതീക്ഷയില്ല ഇതൊരു ദിവസം നശിച്ചു പോകുമെന്ന്. നാം അത് ചിന്തിക്കാറുമില്ല. അങ്ങനെ നമ്മൾ സംവിധാനിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ തുടർ ജീവിതത്തിന് വേണ്ടി. വരാനിരിക്കുന്ന ഭാവിയിൽ ആവശ്യമാകുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്ന ചിന്തയിൽ നമ്മൾ ലയിച്ച് അതിൻ്റെ പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ മുഴുവൻ അവസ്ഥ അങ്ങനെയാണ്. ആരും ഒരു പ്രായമായി, ഒരു 50 60 വയസ്സായി എന്ന് വിചാരിച്ച് ഒരു വീട് പണിയുമ്പോൾ എനിക്കിത്രയും പ്രായമായില്ലേ, ഞാൻ ഇനി എത്ര കാലം താമസിക്കാൻ പോകുന്നു, അവരെല്ലാം ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോയല്ലോ, ഞാനും അടുത്ത നിമിഷത്തിൽ, അടുത്ത ദിവസത്തിൽ, അടുത്ത മാസം, കുറഞ്ഞ കാലത്തിനുള്ളിൽ ഞാനും പോകാനുള്ളവനാണ്. അതുകൊണ്ട് എന്തിനാണ് എനിക്ക് ഇത്രയും വലിയ വീട് എന്നൊരിക്കലും ഒരാളും ചിന്തിക്കാറില്ല. വീട് നിർമ്മിക്കുമ്പോൾ 60 അല്ല 90 വയസ്സായ ആളാണ് വീട് നിർമ്മിക്കുന്നതെങ്കിലും ഇനി ഒരു 1000 വർഷവും കൂടെ ജീവിക്കാൻ പാകത്തിനുള്ള വീടാണ് വെക്കുന്നത്. ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്കുള്ള സംവിധാനങ്ങൾ അങ്ങനെയാണ് ചെയ്തു വെക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം അങ്ങനെ തന്നെ അങ്ങ് ഒറ്റയടിക്ക് അസ്തമിച്ചു പോകുമോ? അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത്രയും കൂടുതൽ ചേർത്ത് വെക്കുന്നത് എന്ന് ചിന്തിക്കാതിരിക്കുകയില്ല ആരും. നമുക്കുമെല്ലാം ആ ദിവസം ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്ന ആഗ്രഹമുള്ളവരാണ്. അതിലേക്ക് വേണ്ടി നമുക്ക് സംവിധാനിക്കാമല്ലോ. ഈ ഗ്രാമീണ ദിവസം ഖിയാമത്ത് നാൾ എന്ന് ഒരു ദിവസത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതെന്നാണ്? ആ സന്ദർഭത്തിൽ അതിന് മറുപടി പറയാൻ കൂട്ടാക്കിയില്ല. അവിടെ നടന്നുകൊണ്ടിരുന്ന സദസ്സ് അങ്ങനെ തന്നെ തുടർന്നുപോയി. തങ്ങളുടെ കൂട്ടത്തിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന സഹാബാക്കൾ തങ്ങളുടെ സംസാരം കേട്ടു. അവർക്ക് സംശയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഗ്രാമീണൻ ചോദിച്ച ചോദ്യം കേട്ടിട്ട് മറുപടി പറയാതിരിക്കുന്നതാണോ, അതോ തങ്ങൾക്ക് ആ ചോദ്യം ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ തങ്ങൾ അതിന് പ്രതികരിക്കാത്തതാണോ? പലർക്കും പല സംശയങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം അതുകൊണ്ടുപോയി നിർത്തി. സംസാരം അവസാനിച്ചപ്പോൾ തങ്ങൾ തന്നെ ചോദിച്ചു, ഇവിടെ വന്ന് ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് ചോദിച്ച ഒരു മനുഷ്യൻ വന്നല്ലോ, ആളെവിടെ? ആ ഗ്രാമീണൻ ഉടനെ എഴുന്നേറ്റ് നിന്നു. ഞാനാണ് ചോദിച്ചത്, അറിയാൻ വന്നത് ഞാനാണ് എന്ന് പറഞ്ഞു.
അദ്ദേഹം വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഷവും മാസവും തീയതിയും സമയവും എല്ലാം പറയുമെന്ന്. ആകാംക്ഷയോടെ ചോദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് ഒറ്റ വാക്ക് പറഞ്ഞു, ഇദാ ളുയ്യഅത്തിൽ അമാന ഫന്തളിരിസ്സ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഒരു മുതൽ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല ഈ ലോകത്ത് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാണ് മനുഷ്യകുലത്തെ ഈ ലോകത്തേക്ക് പടച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉത്തരവാദിത്വം ഏൽക്കുന്നതിന് വേണ്ടി ഈ ആകാശഭൂമികളോടും പർവ്വതങ്ങളോടും എല്ലാം ആവശ്യപ്പെട്ടപ്പോൾ അവകളെല്ലാം ഒഴിഞ്ഞു മാറി, സാധ്യമല്ല ഏറ്റെടുക്കാൻ, ഞങ്ങൾ ഇത് ഏറ്റെടുക്കുകയില്ല, ഏറ്റെടുക്കാൻ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ആകാശഭൂമികളും പർവ്വതങ്ങളും എല്ലാം ഒഴിവായി. വലിയ വലിയ സൃഷ്ടികൾ ഒഴിവായ ആ ഉത്തരവാദിത്വം മനുഷ്യരായ നമ്മൾ ഏറ്റെടുത്തു. ഇന്ന അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ മനുഷ്യൻ അത് ഏറ്റെടുത്തു. ആ ഏറ്റെടുത്ത ഉത്തരവാദിത്വം മനുഷ്യന്റെ മേലുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഉത്തരവാദിത്വം എന്നാണോ മനുഷ്യൻ നിർവഹിക്കാതെ കൈവിട്ട് കളയുന്നത്, ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് മനുഷ്യന്റെ ബാധ്യതയാണ്, അവൻ ചെയ്യേണ്ടതാണ്, പൂർത്തിയാക്കേണ്ടതാണ്. അതെന്നാണോ അവൻ കൈവിട്ട് കളയുന്നത്, ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്തവനാകുന്നത്, അന്ന് പിന്നെ ഈ ലോകത്തിന്റെ സംവിധാനങ്ങളുടെ ആവശ്യമില്ലാതെയാകും. അന്ന് അല്ലാഹു തആല ഇതിനെ അവസാനിപ്പിച്ച് തീർത്തു കളയുമെന്ന് പറഞ്ഞു. എന്താണ് ഈ ഉത്തരവാദിത്വം? എന്താണ് മനുഷ്യൻ ഏറ്റെടുത്തത്? മനുഷ്യൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ചെറിയ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമല്ല. മനുഷ്യ ജീവിതത്തിന്റെ സകല മാർഗങ്ങളും സകല മേഖലകളും, അവന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും സൃഷ്ടാവായ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നിലയിൽ വിനിയോഗിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ, ഏത് നിലയിൽ വിനിയോഗിക്കണമെന്ന് അല്ലാഹു നിർദ്ദേശിച്ചിട്ടുണ്ടോ, ഓരോരോ കാലങ്ങളിലും അതാത് കാലത്തെ പ്രവാചകന്മാർ വഴിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാലത്ത് നടപ്പിലാക്കിയ ആ കാലത്തെ പ്രവാചകൻ മുഖേന എല്ലാവർക്കും വിവരിച്ചു കൊടുത്ത ആ ഉത്തരവാദിത്വം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തങ്ങൾ വഴിയായി ഈ ലോകത്തിന് അല്ലാഹു നൽകിയ, അഥവാ അല്ലാഹുവിന്റെ പരിശുദ്ധ നിർദ്ദേശങ്ങൾ അടങ്ങിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ ശരീഫ്, ഇത് ലോകത്ത് പൂർണ്ണമായ നിലയിലും സ്വന്തം ജീവിതത്തിലും ലോകത്ത് മുഴുവനും നടപ്പിലാക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വമാണ് മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഓരോരോ കാലത്തും ആ ഉത്തരവാദിത്വങ്ങൾ ആ കാലക്കാരൻ നിർവഹിച്ചു കൊണ്ടിരുന്നു. അതിൽ വീഴ്ച വന്നപ്പോൾ അല്ലാഹു തആല അവരെ ഇല്ലാതാക്കി. ലോകത്തിന്റെ ചരിത്രം അതാണ്. മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇങ്ങോട്ട് ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും പല അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എക്കാലത്തും ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു വിഭാഗം ഈ ലോകത്തുണ്ടായിക്കൊണ്ടേയിരുന്നു, നിലനിന്നിരുന്നു. സഹാബാക്കളുടെ കാലത്ത് സഹാബാക്കൾ, താബിഈങ്ങളുടെ കാലത്ത് താബിഈങ്ങൾ, തബഉ താബിഈങ്ങളുടെ കാലത്ത് അവർ, അതിനുശേഷം ഇമാമുകളുടെ, മുജ്തഹിദുകളുടെ, മുഫസ്സിറുകളുടെ, മുഹദ്ദിസുകളുടെ കാലത്ത്, ഫുഖഹാക്കളുടെ കാലത്ത് അതാത് കാലക്കാരായ ആളുകളിൽ ഒരു വിഭാഗം ഈ ഉത്തരവാദിത്വം ശരിയായ നിലയിൽ നിർവഹിക്കുന്നതിന് തയ്യാറായി. ആ തയ്യാറായതിന്റെ അടയാളമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാലത്ത് ആ കാലക്കാരായ ആളുകൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുന്നതിന് തയ്യാറാകാതെ അതിനെ അവർ ഇല്ലാതാക്കി കളഞ്ഞിരുന്നുവെങ്കിൽ, അതിനെ അവർ കൈവിട്ട് കളഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നാമൊന്നും ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു സംവിധാനങ്ങൾ നമുക്ക് കാണാനോ അനുഭവിക്കാനോ സാധിക്കുമായിരുന്നില്ല. ഇതിനു മുമ്പേ തന്നെ ലോകം അവസാനിച്ചു പോകുമായിരുന്നു.
അതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ സംവിധാനം എന്ന് തകരാറിലാവുകയും എന്ന് ഇതിനെ കൈവിട്ട് കളയുകയും ചെയ്യുന്നോ അന്ന് ഈ ലോകം നശിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നമ്മളുടെ മുൻഗാമികളായ മഹാന്മാർ ഈ സംവിധാനത്തെ, ഈ ഉത്തരവാദിത്വത്തെ അവർ വളരെ സൂക്ഷ്മതയോടുകൂടി നിർവഹിച്ച് കാലാകാലങ്ങളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിർദ്ദേശങ്ങളെ സ്വന്തം ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ അവർ ചെയ്തുകൊണ്ടേയിരുന്നു. തുടർച്ചയായ നിലയിൽ അത് നടന്നുകൊണ്ടേയിരുന്നു ഈ ലോകത്ത്. അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ആകാശത്തിനൊരു തകരാറുമില്ല, ഭൂമിക്കൊരു കോട്ടവുമില്ല. ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടന്നാലും ആകാശം ഒരു കുഴപ്പവുമില്ലാതെ നിലനിൽക്കുന്നു. സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു, രാവിലെ ഉദിക്കുന്നു, വൈകുന്നേരം അസ്തമിക്കുന്നു, അതിനൊരു കോട്ടവുമില്ല. ലോകത്ത് പല പ്രശ്നങ്ങളും നടക്കും, ലോകത്ത് പലതും സംഭവിക്കും, പക്ഷെ ഭൂമിക്കൊരു കുഴപ്പവുമില്ല. ഭൂമി ഇന്നും അങ്ങനെ തന്നെ നിലകൊള്ളുന്നു. ഇവിടുത്തെ സംവിധാനങ്ങൾ മുഴുവനും അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു സംഘം ഈ ലോകത്ത് നിലകൊള്ളുന്നു. എപ്പോഴും അതിന്റെ തുടർച്ച നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഒരു പകർപ്പാണ്, അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മസ്ജിദും ഈ മദ്രസയും എല്ലാം. എന്താണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം? ഈ മദ്രസ കൊണ്ടും ഈ മസ്ജിദ് കൊണ്ടും എന്താണ് ലക്ഷ്യം? ഇതുപോലെ ധാരാളം മസ്ജിദുകൾ, ധാരാളം മദ്രസകൾ, ധാരാളം സ്ഥാപനങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും, നമ്മുടെ നാട്ടിലാണെങ്കിൽ നാനാഭാഗത്തും എങ്ങോട്ട് തിരിഞ്ഞാലും കാണാം. എങ്ങോട്ട് യാത്ര ചെയ്താലും മസ്ജിദുകൾ തല ഉയർത്തി നിൽക്കുന്നത് കാണാം. മദ്രസകൾ ധാരാളമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അവിടെ പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ നമുക്കിടയിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്ന ഈ സംവിധാനം നമുക്ക് കാണാം. ഇതിന്റെ എല്ലാം സഹായികളായി ധാരാളം ആളുകൾ നിലകൊള്ളുന്നു. ഒരു വിഭാഗം പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാകുമ്പോൾ മറ്റൊരു വിഭാഗം അതിനെ സഹായിച്ച് അതിനെ നിലനിർത്താൻ വേണ്ടി അതിന്റെ സഹായികളും അതിന്റെ സഹകാരികളുമായി ഈ ലോകത്ത് കഴിഞ്ഞുകൂടുന്നു. ഇങ്ങനത്തെ സംവിധാനം നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഇതും. ഇതെല്ലാം ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ഒരു കാരണമാണ്. എന്ന് ഈ സംവിധാനങ്ങൾ ഇല്ലാതാകുമോ? ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും മനുഷ്യൻ എന്ന് കൈകഴുകുമോ? എന്ന് എന്റെ ബാധ്യതയല്ല എന്ന് തീരുമാനിച്ചവൻ ഒഴിവാകുമോ? മസ്ജിദുകൾ അതെന്റെ ബാധ്യതയല്ല, ഞാൻ എന്തിന് മസ്ജിദ് നിർമ്മിക്കുന്നു? എന്തിന് മസ്ജിദിന്റെ നിർമ്മാണത്തിൽ ഞാൻ പങ്കാളിയാകുന്നു? ഞാൻ എന്തിന് മസ്ജിദിൽ പോയി നമസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും തയ്യാറാകുന്നു? അതിന്റെ ആവശ്യമില്ല എനിക്കെന്നൊരു മനുഷ്യൻ കരുതുകയും അങ്ങനത്തെ ആളുകൾ വർദ്ധിച്ചു വരികയും അവസാനം മസ്ജിദുകൾ ശൂന്യമാവുകയും ചെയ്യും. മദ്രസകളിൽ പഠിക്കാൻ ആളില്ലാതാകും. ഇന്ന് നമ്മൾ ധാരാളം വിദ്യാർത്ഥികൾ, മുതഅല്ലിമീങ്ങൾ മദ്രസകളിൽ പഠിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പാരായണത്തിൽ, അത് മനനം ചെയ്യുന്നതിൽ, അതിനെ മനഃപ്പാഠമാക്കി ഹാഫിളുകളാകുന്നതിൽ, പിന്നെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ആശയങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്ന അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് പോയി അതിനെക്കുറിച്ച് പഠിക്കാനും ലോകത്ത് അതിന്റെ സംവിധാനങ്ങൾ മനസ്സിലാക്കി നടപ്പിലാക്കാനും ഒരു പറ്റം ആളുകൾ ഇങ്ങനെ സ്ഥിരമായ നിലയിൽ അതിന്റെ ജോലിയിൽ തന്നെ കഴിയുകയും ഇവരെ മറ്റൊരു ചിന്തയിലേക്കും വിടാതെ ആ ജോലിയിൽ തന്നെ ഒതുക്കി നിർത്താൻ, അതിൽ തന്നെ അവർ കഴിഞ്ഞുകൂടാൻ വേണ്ടി സഹായികളായി മറ്റുള്ളവർ കൂടുകയും ചെയ്യുമ്പോൾ ഈ സംവിധാനം ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇത് നിലനിൽക്കുന്ന കാലത്തോളം ഒരിക്കലും ലോകം അവസാനിക്കുകയില്ല. അള്ളാഹു ലോകം അവസാനിപ്പിക്കുകയുമില്ല. എന്നാൽ എന്ന് ഇതില്ലാതെയാകുന്നു, ആവശ്യമില്ല എന്ന് വിചാരിച്ച് മനുഷ്യൻ പുറകോട്ട് പോകുന്നു, മദ്രസകളിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾ ഇല്ലാതെയാകുന്നു, മദ്രസകളിൽ പഠിപ്പിക്കാൻ ഉസ്താദന്മാരില്ലാതെയാകുന്നു, എന്നാ കാലം പതുക്കെ പതുക്കെ വന്നു തുടങ്ങി. നമ്മുടെയൊക്കെ നാടുകളിലെ ചെറിയ ചെറിയ മദ്രസകളിൽ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. 10,000 1000 വീടുകളുള്ള മഹല്ലുകളിൽ രാവിലെ മദ്രസയിൽ പോയി നോക്കിയാൽ കാണുന്നത് 25, 30, 50 കുട്ടികളാണ്. എന്നാൽ ആ നാട്ടിലെ മുഴുവൻ കുട്ടികളുടെയും കണക്കെടുത്താൽ ആയിരക്കണക്കിന് കുട്ടികളുണ്ടാവും. പക്ഷെ മദ്രസയിലേക്ക് അവരാരും വരുന്നില്ല. മദ്രസയുടെ പഠനം, പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ പഠനം, ഖുർആൻ പാരായണം അവർ പഠിക്കാൻ തയ്യാറാകുന്നില്ല.
പാരായണം പഠിക്കാൻ തയ്യാറായിട്ട് വേണ്ടേ പിന്നെ ഖുർആനിന്റെ ജീവിതം അവരിലേക്ക് ഉണ്ടാക്കാൻ, അതിന്റെ ആശയങ്ങൾ പഠിക്കാൻ, ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായി അതിനനുസരിച്ച് തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ തയ്യാറാവുക. അത് അടുത്ത കാര്യമാണ്. പക്ഷേ ഈ ഖുർആൻ നിവർത്തി നോക്കാനും പാരായണം ചെയ്യാനും അതിനെ പാരായണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോലും തയ്യാറാകുന്ന ആ സംവിധാനങ്ങൾ നമ്മളുടെ നാടുകളിൽ ഇന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രമേണ ഇത് കുറഞ്ഞ് ഇല്ലാതെയാകും. പ്രാഥമികമായ മദ്രസ ഇല്ലാതെയാകുമ്പോൾ പിന്നെ അതിനെ തുടർന്നുള്ള മറ്റു പഠനങ്ങളും ഇല്ലാതെയാകും. അങ്ങനെ ക്രമേണ ഈ പഠനങ്ങൾ മുഴുവനും ഇല്ലാതെയായി ഇതിനെ നിലനിർത്തുന്ന സംവിധാനം, ഉത്തരവാദിത്വ നിർവഹണത്തിൽ എല്ലാവരും പുറകോട്ട് പോകുന്ന അവസ്ഥ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ സംവിധാനങ്ങൾ വെച്ചിരിക്കുകയില്ല. കാരണം പിന്നെ ഭൂമിയുടെ ആവശ്യമില്ല, ആകാശത്തിന്റെ ആവശ്യമില്ല, സൂര്യന്റെയോ ചന്ദ്രന്റെയോ നക്ഷത്രാദികളുടെയോ ഒന്നും ആവശ്യമില്ലാതാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം തകർത്തുകളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദസ്സമാഉ ഫതറത് وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت. ആകാശം പൊട്ടിപ്പിളരും, അതിലെ നക്ഷത്രങ്ങളെല്ലാം താഴോട്ട് ഉതിർന്നു വീഴുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സമുദ്രത്തിലെ വെള്ളമെല്ലാം മുഴുവൻ വറ്റിപ്പോകും. ഇതെല്ലാം എവിടെയോ ഒഴുകിച്ചെന്ന് ചേർന്നു പോകും. അങ്ങനത്തെ ഒരു കാലം വരും. അന്ന് ആകാശത്തേക്ക് നോക്കിയാൽ നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല. ആകാശം കഷ്ണങ്ങളായി പൊട്ടി പിളർന്നു വീഴും. സൂര്യൻ ആവശ്യമില്ലാതെ ചുരുട്ടി കൂട്ടി പഴയ തുണി പോലെ വലിച്ചെറിയപ്പെടും. നക്ഷത്രങ്ങൾ ഓരോന്നോരോന്നായി ഒന്നിനു പിറകെ ഒന്നായി ഉതിർന്ന് വീണുകൊണ്ടിരിക്കും. ഇദശ്ശംസു കുവ്വിറത് വഇദ النجوم انقدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت. ഇന്ന് നമ്മൾ ഭൂമിയിൽ നിന്നൊരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു 10 മീറ്റർ അപ്പുറത്തുള്ളത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിന് തടസ്സമായി മരങ്ങളും ബിൽഡിങ്ങുകളും മറ്റെല്ലാ സംവിധാനങ്ങളും വന്നുപോയി. അള്ളാഹു പറയുന്നു, ഇങ്ങനത്തെ ഈ ഭൂമിയുടെ ഒരു മൂലയിൽ നിന്ന് നോക്കിയാൽ അടുത്ത അറ്റം വരെ നിങ്ങൾക്ക് ഒരു മറയുമില്ലാതെ കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഭൂമി ഒഴിവാകുന്ന സമയമുണ്ട്. അവസാനം ഈ ഭൂമിയെയും മാറ്റപ്പെടും. ഇതിന്റെയും ഈ എല്ലാ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെക്കുമെന്ന്. എപ്പോഴാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്? ഇദാ ദുയ്യഅത്തിൽ അമാന. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കാതെ അതിനെ കൈവിട്ട് കളഞ്ഞാൽ, അതിനെ പാഴാക്കി കളഞ്ഞാൽ, അതിനെ തകരാറിലാക്കിയാൽ അല്ലാഹു തആല അവന്റെ സംവിധാനങ്ങളും മുഴുവനും ഒഴിവാക്കി കളയുമെന്ന്. ഈ ഭൂമിയിൽ ഈ സംവിധാനങ്ങൾ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ, നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കണമെങ്കിൽ, നമ്മളുടെ വീടുകൾ നിലനിൽക്കണമെങ്കിൽ, നമ്മളുടെ കച്ചവടവും കൃഷിയും നിലനിൽക്കണമെങ്കിൽ, നമ്മളുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ, നമ്മളുടെ ശരീരത്തിന്റെ സംവിധാനങ്ങൾ നിലനിൽക്കണമെങ്കിൽ, നമ്മളുടെ മക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണമെങ്കിൽ, നമ്മളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായ നിലയിൽ നടക്കണമെങ്കിൽ നാം നമ്മളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. എന്ന് നമ്മൾ ഉത്തരവാദിത്വ ബോധമില്ലാത്തവരാകുമോ അന്ന് തകരാറുകൾ, താറുമാറുകൾ വന്നുകൊണ്ടേയിരിക്കും. ഓരോന്നോരോന്നായി വന്ന് അവസാനം അല്ലാഹു തആല ഇതിനെ നശിപ്പിച്ച് കളയുമെന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ആ വന്ന മനുഷ്യൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തെ മനുഷ്യൻ കൈവിട്ട് കളയുമെന്ന് തങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ തന്നെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നതാണോ മനുഷ്യൻ ഈ ഉത്തരവാദിത്വത്തെ പാഴാക്കി കളയുക, ഇല്ലാതാക്കി കളയുക എന്ന് പറയുന്നത്? താറുമാറാക്കുന്നത് എങ്ങനെ സംഭവിക്കും? മനുഷ്യൻ അവന്റെ നിലനിൽപ്പിന് സ്വയം പാരവെക്കുമോ? മനുഷ്യൻ അവന്റെ നിലനിൽപ്പിനെ സ്വയം ഇല്ലാതാക്കുമോ? അവന്റെ ജീവിത ആവശ്യങ്ങളെ നിർവഹിക്കപ്പെടുന്നതിന് അല്ലാഹു തആല സംവിധാനിച്ചു കൊടുത്തിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ മുഴുവനും മനുഷ്യൻ ഇല്ലാതാക്കാൻ വേണ്ടി, തകരാറിലാക്കാൻ വേണ്ടി അവന്റെ ഭാഗത്തുനിന്ന് തന്നെ ശ്രമമുണ്ടാകുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഗ്രാമീണൻ സംശയം ചോദിച്ചു. ഞാൻ വെച്ച വീട് ഞാൻ തന്നെ തകർത്ത് കളയുമോ? ഞാൻ നട്ടുപിടിപ്പിച്ച മരങ്ങൾ ഞാൻ തന്നെ മുറിച്ചു കളയുമോ? ഞാൻ സംവിധാനിച്ച എന്റെ കച്ചവട സ്ഥാപനം ഞാൻ തന്നെ പൊളിച്ചു കളയുമോ? എന്റെ ഫാക്ടറികൾ ഞാൻ തന്നെ തീയിട്ട് കളയുമോ? അങ്ങനെയാണോ അള്ളാഹുവിന്റെ ദൂതരെ നശിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഇതിനെ പാഴാക്കി കളയുക?
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വുസിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസ്സാ. ഏത് കാര്യവും അതിന് യോഗ്യതയുള്ള, അതിന് പാകപ്പെട്ട ആളുകളുണ്ട്, അത് ഏറ്റെടുത്ത് നടത്താൻ യോഗ്യതയുള്ള ആളുകളുണ്ട്. അങ്ങനെ യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തി യോഗ്യതയില്ലാത്തവരിലേക്ക് കാര്യം ഏൽപ്പിക്കപ്പെട്ടാൽ അന്നത് താറുമാറായി പോകും. അതാണ് ഇതിന്റെ കാരണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പണം ആരുടെ കയ്യിൽ വരണം? പണം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? പണം എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തവന്റെ കയ്യിൽ പണം വരുന്നു. അധികാരം, ആർക്കാണ് അധികാരം കിട്ടേണ്ടത്? ആരാണ് അധികാരിയാകേണ്ടത്? ആരാണ് ഭരിക്കേണ്ടത്? ആരാണ് ഭരണക്കാരനാകേണ്ടത്? ആർക്കാണ് നേതൃത്വം നൽകേണ്ടത്? ആരെയാണ് നേതാവാക്കപ്പെടേണ്ടത്? അതിനൊരു യോഗ്യതയുണ്ട്, ഒരു പാകതയുണ്ട്. ആ പാകത ഉള്ളവരിൽ നിന്നും മാറ്റി പാകതയില്ലാത്ത അയോഗ്യരുടെ കയ്യിലേക്ക് അധികാരം ഏൽപ്പിക്കപ്പെട്ടു, ഭരണമേൽപ്പിക്കപ്പെട്ടു, ഉത്തരവാദിത്വവും നേതൃത്വവും ഏൽപ്പിക്കപ്പെട്ടു. അങ്ങനത്തെ ആളുകൾ ഇവിടെ നേതാവായി വന്നാൽ ആ സ്ഥാനം തകർന്നു. മാതാവാരാകണം, പിതാവാരാകണം. ഒരു പിതാവ് എങ്ങനെയായിരിക്കണം, ഒരു മാതാവ് എങ്ങനെയായിരിക്കണം? അതിന് നിബന്ധനയുണ്ട്, യോഗ്യതയുണ്ട്. യോഗ്യനായ പിതാവ്, യോഗ്യനായ ഒരു മാതാവ് ഒരു കുടുംബത്തിൽ മാതാവും പിതാവുമായിട്ട് നിലകൊള്ളുന്ന കാലത്ത് ആ കുടുംബം നന്നായിരിക്കും. മാതാവ് യോഗ്യതയുള്ളവളല്ല, പിതാവ് യോഗ്യതയുള്ളവനല്ല പിതാവാകാൻ. തോന്നിയവാസിയാണ്. മക്കളുടെ മുന്നിൽ അവൻ ചെയ്യുന്ന തോന്നിയവാസത്തിന് കണക്കില്ല. ഇന്ന് കാണുന്നില്ലേ പല വീടുകളിലും മക്കൾ പിതാവ് വരുന്നത് ഇഷ്ടപ്പെടാതെ കതകടച്ചു കളയുന്നു, പിതാവിനെ തള്ളി പുറത്താക്കുന്നു. എന്താ കാരണം? പിതാവിനെ അടിച്ചു കൊല്ലുന്നു. കാരണം പിതാവ് മദ്യപാനിയാണ്, വീട്ടിൽ സ്വസ്ഥത വരുന്നില്ല. അവനെങ്ങനെ പിതാവാകാൻ യോഗ്യതയുണ്ട്? വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മക്കൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല, മാതാവിനെ സഹിക്കാൻ സാധിക്കുന്നില്ല. പിതാവിനെ അടിച്ചു കൊല്ലുന്ന കഥ, മക്കൾ മാതാവിനെ അറുത്തുകൊല്ലുന്ന കഥ, മക്കൾ മാതാവിനെ ചുട്ടുകൊല്ലുന്ന കഥ, വീടുകളിൽ നിന്ന് മാതാപിതാക്കളെ ഇറക്കിവിട്ട് അവർ തെരുവുകളിൽ പോയി ഉറങ്ങുന്ന കഥ, തെരുവുകളിൽ നിന്നും ആരെങ്കിലും അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന കഥ, മാതാപിതാക്കളെ വീട്ടിൽ നിർത്താതെ സംരക്ഷണം നൽകാതെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളിക്കളയുന്ന കഥ, മരണപ്പെട്ടാൽ അവരുടെ ജഡം പോലും ഏറ്റെടുക്കാൻ ആരുമില്ലാതെ തയ്യാറാകാതെ വൃദ്ധസദനങ്ങളിൽ നിന്ന് ഫോണിൽ ബന്ധപ്പെട്ടാൽ മറുപടി പോലും പറയാൻ തയ്യാറാകാത്ത മക്കൾ ജീവിക്കുന്ന കാലം. ഈ മക്കൾ മക്കളാകാൻ യോഗ്യരാണോ? ഈ മക്കളെ എങ്ങനെ മക്കളെന്ന് പറയും? സഹോദരങ്ങൾ തമ്മിൽ ഭിന്നിപ്പ്, തമ്മിലടി, ഒരാൾ മറ്റൊരാളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു കച്ചവടക്കാരൻ മറ്റൊരു കച്ചവടക്കാരനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഒരു കൃഷിക്കാരൻ മറ്റൊരാളുടെ കൃഷിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. നിസ്സാരം ഒരു മൃഗത്തെ വളർത്തുന്നവൻ അടുത്ത വീട്ടിൽ വളരുന്ന മൃഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ എല്ലാവരും അവരവർ ആ കാര്യത്തിന് യോഗ്യരല്ലാതെയായി. ഇന്ന് വന്ന് മതങ്ങൾ തമ്മിൽ പോലും തമ്മിലടിയാണ്. പരസ്പരം സ്നേഹത്തിൽ, സാഹോദര്യത്തിൽ, സന്തോഷത്തിൽ അയൽവാസികളായി കഴിഞ്ഞിരുന്നവർ, ഒരു 40-50 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ, അവരുടെ അയൽവാസികൾ എന്തൊരു സ്നേഹമായിരുന്നു, എന്തൊരു ബന്ധമായിരുന്നു അവർക്ക്. ഓരോ കൂട്ടരുടെയും ആഘോഷങ്ങൾ വരുമ്പോൾ പരസ്പരം സഹായിച്ച് അതിൽ സന്തോഷിക്കുന്നവരായി കഴിഞ്ഞുകൂടിയിരുന്നില്ലേ? ഇന്ന് എന്താണ് നമ്മുടെ നാടിന്റെ ഒക്കെ അവസ്ഥ? നമ്മളുടെയൊക്കെ അയൽവാസികൾ തമ്മിൽ പരസ്പരം ഭയമാണ്. ആരെക്കുറിച്ചും വിശ്വാസമില്ലാത്ത ഒരു ജീവിതം, ആരെക്കുറിച്ചും ഒരു നിലയിലും വിശ്വസിച്ച ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ നാട് എത്തിപ്പെട്ടില്ലേ? എന്താണ് ഇതിന്റെയൊക്കെ കാരണം? യോഗ്യരല്ല, ഒരു കാര്യത്തിനും യോഗ്യരല്ല. അയൽവാസിയാകാനുള്ള യോഗ്യതയും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം മറന്നവരാണ്. മക്കളാണെന്നുള്ള ധാരണയും ആ ബോധവും ഇല്ലാത്തവരാണ്. നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ് മാതാപിതാക്കൾ, സംരക്ഷിക്കേണ്ടവരാണ് മാതാപിതാക്കൾ. അവരുടെ സംരക്ഷണം നമ്മളുടെ കൈകളിലാണ് എന്ന് മക്കൾ ചിന്തിക്കണം. കൊച്ചുമക്കളെ മാതാപിതാക്കൾ ചിന്തിക്കണം നമ്മളുടെ സംരക്ഷണയിൽ കഴിയേണ്ടവരാണെന്ന്.
ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും വഴിപ്പെടുകയും സ്നേഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യേണ്ടവരാണ്. ഭാര്യമാർ ഭർത്താക്കന്മാർ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ മുഴുവൻ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുത്ത് അവരുടെ സന്തോഷത്തിലും സന്താപത്തിലും പങ്കുചേർന്ന് അവരെ എപ്പോഴും സ്നേഹത്തിൽ കൂട്ടത്തിൽ കൂട്ടേണ്ടവരാണ്. പക്ഷെ ഇന്ന് ഭാര്യ ഭാര്യയുടെ വഴിക്ക്, ഭർത്താവ് ഭർത്താവിന്റെ വഴിക്ക് പോകുന്ന കാലം. അപ്പൊ അവർ ഭാര്യയാകാൻ യോഗ്യതയുള്ളവളല്ല, ഭർത്താവ് ഭർത്താവിന്റെ യോഗ്യതയിലല്ല നിൽക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ യോഗ്യത ഇല്ലാതെയാകുന്ന, അതിനെ കൈവിട്ട് കളയുന്ന, തന്റെ ഉത്തരവാദിത്വത്തെ മറന്നു കളയുന്ന ഒരു കാലം വരും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനത്തെ ഒരു കാലം വന്നാൽ ഈ ലോകം അവസാനിക്കും, ഇല്ലാതാകും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഈ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഈ കാലത്ത്, അർഹതയില്ലാത്തവർ ജീവിക്കുന്ന ഈ കാലത്ത് നമുക്കൊരു പ്രതീക്ഷയുടെ ഒരു പ്രകാശ നാളമാണ് ഈ മസ്ജിദുകളും ഈ മദ്രസകളും സ്ഥാപനങ്ങളും ഇങ്ങനത്തെ സദസ്സുകളുമെല്ലാം. ഇത് കാണുമ്പോഴാണ് ഇല്ല, ഇനിയും ഈ ലോകം നിലനിൽക്കും കുറെ കാലം കൂടി, ലോകം അവസാനിക്കാറായിട്ടില്ല എന്ന് നമുക്ക് ഒരു പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന പ്രതീക്ഷയുടെ നാളങ്ങളാണ്, പ്രകാശ ദീപങ്ങളാണ് ഈ മസ്ജിദുകൾ. ഇന്ന് മസ്ജിദുകളിൽ സജീവമായ നിലയിൽ ഇബാദത്തുകൾ നടക്കുന്നു. ആളുകൾ മസ്ജിദിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിനായി വന്നുകൊണ്ടിരിക്കുന്നു. മദ്രസയിൽ മുതഅല്ലിമീങ്ങൾ വന്ന് പഠിപ്പിക്കുന്നു, ഉസ്താദന്മാർ പഠിപ്പിക്കുന്നു, അവരുടെ സംവിധാനങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുന്നു. സാധാരണക്കാരായ ഇതിനു വേണ്ടി നിൽക്കാത്ത മനുഷ്യർ അവരുടെ സമ്പത്തും ശരീരവും സമയവും കൊടുത്ത് ഇതിനെ പരിപോഷിപ്പിക്കുന്നു, ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നു, ഇതിന്റെ സഹായികളായി നിൽക്കുന്നു. ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും അല്ലാഹു തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ സഹായികളാണ്, ഇതിന്റെ സഹകാരികളാണ്. ഈ പരിശുദ്ധമായ ദീനിന്റെ അമാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സാധിക്കുന്ന തരത്തിൽ പരിശ്രമിക്കുന്നവരാണ്. ഈ മുതഅല്ലിമീങ്ങൾ അതേ ജോലിയിൽ കഴിയുന്നവരാണ്. ഈ ഉസ്താദന്മാർ അതിനുവേണ്ടി മാത്രമായി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. ഇവരെയെല്ലാം നിലനിർത്തി ഈ സംവിധാനങ്ങൾ ഇങ്ങനെ തന്നെ നിലനിർത്തി പരിപോഷിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് നാം എല്ലാവരുടെയും ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം നമ്മൾ എത്ര ഏറ്റെടുത്ത് നിർവഹിക്കുന്നു. പരിശുദ്ധമായ റമളാൻ മാസം വരുന്നു. മസ്ജിദുകളിലേക്ക് ആളുകൾ കൂട്ടമായി വന്നു ചേരേണ്ട കാലമാണ്. മസ്ജിദുകൾ സജീവമായിരിക്കണം, രാവും പകലും ഇബാദത്തുകളാൽ നിറഞ്ഞതായിരിക്കണം. അവിടെ വെറും ഫർളായ നമസ്കാരം മാത്രം നടന്നാൽ പോരാ, മസ്ജിദുകളിൽ ഖുർആൻ പാരായണം നടന്നുകൊണ്ടിരിക്കണം. ദീനിന്റെ ഇൽമുകൾ പറഞ്ഞു കൊടുക്കുന്ന ഹൽക്കകൾ, മജ്ലിസുകൾ നടന്നുകൊണ്ടിരിക്കണം. അവിടെ സുന്നത്തായ നഫ്ലായ ഇബാദത്തുകൾ നടന്നുകൊണ്ടിരിക്കണം. വെറും ഫർള് മാത്രം നമസ്കരിച്ച് മടങ്ങിപ്പോകുന്നവരായി നാം ആരുമാകരുത്. നേരത്തെ തയ്യാറായി വന്ന് മസ്ജിദുകളിൽ സുന്നത്തുകൾ, നഫലുകൾ നമസ്കരിച്ച് ഖുർആൻ ശരീഫ് ഓതി ദിക്ർ തസ്ബീഹുകളിലായി കഴിഞ്ഞുകൂടുന്നവരാകണം. നമസ്കാരം കഴിഞ്ഞാൽ ഓടി വീട്ടിലേക്ക് പോകുന്നവരാകരുത്. എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ, ആവശ്യത്തിന്റെ പേരിൽ, രോഗത്തിന്റെ പേരിൽ പോകേണ്ടി വരുന്ന ആളുകൾ പോയാൽ അത് മറ്റൊരു കാര്യം. അല്ലാഹു ആരോഗ്യവും എല്ലാ നിലയിലുള്ള സൗകര്യങ്ങളും നൽകിയിരിക്കുന്ന ആളുകൾ കുറെ സമയം മസ്ജിദുകളിൽ ചെലവാക്കാൻ തയ്യാറാകണം. പരിശുദ്ധമായ റമളാനിൽ ദാനധർമ്മങ്ങൾ ധാരാളമായി നമ്മൾ വിനിയോഗിക്കണം. അർഹരായ, ആവശ്യക്കാരായ ആളുകളെ കണ്ട് നമ്മളുടെ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരാകണം. എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടി അതിലർത്ഥമില്ല, അത് അള്ളാഹുവിന് ഇഷ്ടവുമല്ല. ഇന്ന് സാധാരണ നടത്താറുണ്ട്, റമളാൻ ആവുമ്പോൾ വീടുകളിൽ, മസ്ജിദുകളിൽ വളരെ ദൂർത്ത് ചെയ്ത് ആഡംബരമായ നിലയിൽ എന്തോ ഇഫ്താർ എന്ന് പേര് പറഞ്ഞ് പാർട്ടികൾ നടത്താറുണ്ട്. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ ആളുകളെ വിളിച്ചുകൂട്ടി പാവങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ സകാത്ത് എന്ന് പറഞ്ഞ് എന്തോ എല്ലാം കൊടുക്കാറുണ്ട്. അതിന് കൊടുക്കുന്നവരെ മതിപ്പ്, അവരുടെ മഹത്വം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കലാണ് അതുകൊണ്ടെല്ലാം ഉള്ള ലക്ഷ്യം. ആ ലക്ഷ്യങ്ങൾ കൊണ്ടൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ നേട്ടമുണ്ടാവുകയില്ല, പ്രയോജനമുണ്ടാവുകയില്ല. പ്രയോജനമുണ്ടാകണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായ നിലയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, ആരെയും അവഹേളിക്കാതെ, ആരെയും മോശപ്പെടുത്താതെ ആയിരിക്കണം. സമ്പത്ത് ചെലവഴിക്കുന്നത്, ആഹാരം നൽകുന്നത് അർഹരായ ആളുകൾക്ക്, ആവശ്യക്കാരായ ആളുകളെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കണം, ആവശ്യക്കാർക്ക് ആഹാരം കൊടുക്കണം. നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ സാധാരണ നിലയിൽ ചെയ്ത് അതിൽ ധൂർത്ത
സമ്പത്തോ ആഡംബരങ്ങളോ ആർഭാടങ്ങളോ ഒന്നും വരാതെ നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യേണ്ട, അത് മുഖേന അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സന്ദർഭങ്ങളാണ്. പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു. 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധമായ റമളാനിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും പരിശുദ്ധമായ റമളാനിലേക്ക് എത്തിച്ചു തരികയും റമളാനിന്റെ എല്ലാ നേട്ടങ്ങളും എല്ലാ ഗുണങ്ങളും എല്ലാ അമലുകളും പൂർണ്ണമായ നിലയിൽ നിർവഹിച്ച് അതിന്റെ എല്ലാ പ്രയോജനങ്ങളും ദുനിയാവിലും ആഖിറത്തിലും കരസ്ഥമാക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഈ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നാം ഏറ്റെടുത്തു എന്നുള്ള ബോധത്തോടു കൂടി ഈ സംവിധാനങ്ങളെ മുഴുവനും നമ്മൾ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യണം. നമ്മൾ ഇതിന്റെ ആളുകളാകണം. നമ്മൾ ഒന്നുകിൽ മുതഅല്ലിമീങ്ങളാകണം, അല്ലെങ്കിൽ മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാകണം. ഏത് തരത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനൊരു കോട്ടവും വരാതെ ഈ ലോകത്ത് നിലനിൽക്കുന്നതിന് നാം ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ അതിന്റെ സഹായികളും അതിന് പിൻബലം നൽകുന്നവരും അതിന് നമ്മൾ പുറകിൽ നിന്ന് അതിനെ സഹായിച്ചു കൊടുക്കുന്നവരുമാകണം. അങ്ങനെ ഈ സംവിധാനങ്ങളെ മുഴുവനും നിലനിർത്താൻ നാം എല്ലാവരും ഒന്നൊരുമിച്ച് പരിശ്രമിക്കുകയാണെങ്കിൽ, ഒത്തുകൂടി നമ്മൾ പരിശ്രമിച്ചാൽ അല്ലാഹു തആല നമുക്ക് നൽകിയ ഈ സംവിധാനങ്ങൾ, നമ്മളുടെ ശരീരം, നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ സമയം, നമുക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന സാമർത്ഥ്യം, ഇതെല്ലാം അല്ലാഹുവിന്റെ ദീനിനെ നിലനിർത്തുന്നതിന് വേണ്ടി പൂർണ്ണമായോ ഭാഗികമായോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നവരാകും. അതിൽ കൂടിയാണ് വിജയം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഉത്തരവാദിത്വത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഈ ലോകത്ത് വ്യാപകമാകുമ്പോഴാണ് അള്ളാഹു നശിപ്പിച്ചു കളയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ, നമ്മൾ അതിന്റെ ആളുകളാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും നമ്മളുടെ ജീവിതത്തിന്റെ അവസാനം വരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ചിഹ്നങ്ങളെ നിലനിർത്താൻ, സഹായിക്കാൻ, അതിനെ വളർത്തിക്കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ വസ്തുവകകളെയും, നമ്മളുടെ സമ്പത്തും ശരീരവും സമയവും നമ്മളുടെ സാമർത്ഥ്യവും എല്ലാം ആ വഴിയിൽ വിനിയോഗിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതെല്ലാം അള്ളാഹു തആല കബൂലാക്കി അവസാനം സന്തോഷത്തോടുകൂടി ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു നാം എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തെയും സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല അനുഗ്രഹിച്ച് അവർക്കെല്ലാവർക്കും എല്ലാ നിലയിലുള്ള അർഹമായ പ്രതിഫലവും നൽകി ഇഹപര വിജയം നൽകി നാം എല്ലാവരെയും അല്ലാഹു തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി